സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ മൊണാലിസ. സിനിമാ സെറ്റിൽ വെച്ച് സനോജ് മിശ്ര മോശമായി പെരുമാറിയെന്ന ആരോപണം. പലതവണ ശരീരത്തിൽ കയറിപ്പിടിച്ചെന്നും വാർത്താസമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൊണാലിസ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. मिश्रा कोई अच्छा इंसान नहीं है। मुझे 10-12 से ऐसे टच किया सनोज मिश्रा ने, और वहाँ मैंने मेरी फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया। मेरी फैमिली ने वहाँ मेरा साथ नहीं दिया। मुझे पता है कि मुझ पे क्या बीती है क्या नहीं। मेरे साथ अन्याय हुआ है, मुझे सिर्फ और सिर्फ इंसाफ चाहिए। सनोज मिश्रा ने मुझे 2 बार टच किया, और वहाँ मैंने मेरी पूरी फैमिली को बोला नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? സൈഫുന്നിസ അലിയാർ ചേർന്ന വിവരങ്ങളുമായി. സൈഫുന്നിസ, മൊണാലിസ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ശ്യാമലി, മൊണാലിസ പരാതി നൽകിയിട്ടില്ല. പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഉണ്ടായതാണ്. സനോജ് മിശ്രയുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേപ്പാളിൽ വെച്ചും ഡെറാഡൂണിൽ വെച്ചും ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് ഇത്തരം ആക്രമണം ഉണ്ടായത്. അത് പോക്സോയുടെ പരിധിയിൽ തന്നെ പെടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് സനോജ് മിശ്ര തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോശം അനുഭവങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് താൻ പുറത്തു പറയാതിരിക്കാനോ അതല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് സനോജ് മിശ്ര ഈ രീതിയിൽ ഒരു ലവ് ജിഹാദ് ആരോപണം ഉന്നയിക്കുകയും ഫർമാൻ ഖാനെ ജയിലിലടയ്ക്കാനുള്ള ഗൂഢാലോചന നടത്തുകയൊക്കെ ചെയ്യുന്നത്. കുടുംബത്തിന് പോലും ഒരു താനെടുത്ത തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ പോലും പണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ കുടുംബത്തോട് പറഞ്ഞിട്ട് പോലും അത് വേണ്ട രീതിയിൽ ഗൗരവത്തിൽ അവർ എടുത്തില്ല എന്നുള്ളതും ഈ മൊണാലിസ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വൈകാരികമായ രീതിയിൽ തന്നെയാണ് മൊണാലിസ ഇക്കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മൊണാലിസ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനു മുമ്പ് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ വിവാഹം നടന്ന ശേഷം സാമൂഹിക മാധ്യമങ്ങളിലടക്കം തെറ്റായ പ്രചാരണം നടത്തുകയായിരുന്നു സനോജ് മിശ്ര എന്നാണ് മൊണാലിസ ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് പലതവണ തങ്ങൾക്ക് പല രീതിയിലുള്ള ഭീഷണിയും ഉണ്ടായി. കേരളത്തിന് പുറത്തു പോകാൻ പോലും കഴിയുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമുണ്ട് എന്നുമാണ് മൊണാലിസയും ഫർമാൻ ഖാനും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. ശ്യാമലി.